പ്രിയമുള്ളവരെ, എയിംസ് വെഞ്ചേഴ്സിന് കീഴിലുള്ള വൈറ്റ് മിൽക്ക് ഡയറി ഫാമിൻ്റെ ഫാമും അതുപോലെ തന്നെ പശുക്കളുമാണ് ഈ കാണുന്നത്. നമ്മുടെ ഫാമിൽ, ഗുണ്ടൽപേട്ടയിലെ ഫാമിൽ 1000-ഓളം പശുക്കൾ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ അവസാനത്തോടു കൂടി നമ്മുടെ പാല് മാർക്കറ്റിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി പാർട്ട്നേഴ്സിന് ആവശ്യമുണ്ട്. ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ കമ്പനിയുടെ പാർട്ണർമാരായി മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പിന്തുണയും സഹകരണവും ഉണ്ടാവണം. Now we are in our final stage of our project. നമ്മുടെ എക്കാലത്തെയും വലിയൊരു കാത്തിരിപ്പനായിരുന്നു മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലൊക്കെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലൊരു ഹൈടെക് ഇൻ്റഗ്രേറ്റഡ് ഫാം. ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 2 years ago ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ സാധ്യമാകുമോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ചോദ്യചിഹ്നം. കാരണം ഇന്ത്യാസ് ഫസ്റ്റ് ഹൈടെക് ഇൻ്റഗ്രേറ്റഡ് ഫാം പ്ലാൻ പ്രോജക്റ്റാണ്. ഇന്ന് ആ വലിയ സ്വപ്ന പദ്ധതി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ഫേസ് 1000 പശുക്കൾ ഇന്ന് സൈറ്റിൽ അറിവായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഫാം ഗുണ്ടൽപേട്ടയിൽ ഏകദേശം 100 acresലാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 3000 പശുക്കൾക്കുള്ള ഇൻഫ്ര ഞങ്ങളിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യയിൽ തന്നെ ഫാം ടൂറിസം, ഇന്ത്യയിൽ ഫസ്റ്റാണ് 3000 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാം ടൂറിസം പ്രൊജക്റ്റും ഇതിൻ്റെ ഭാഗമാക്കി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഫസ്റ്റ് ഡോറിൽ ഞങ്ങൾക്ക് 40,000-60,000 ലിറ്ററാണ് ഈ ഫാമിലൂടെ മാർക്കറ്റിലേക്ക് ലഭ്യമാവാൻ സാധിക്കുക. അതിലൂടെ ഞങ്ങൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് റേഞ്ച് പറഞ്ഞാൽ മിൽക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗീ വരുന്നുണ്ട്, യോഗേർട്ട് വരുന്നുണ്ട്, കേർഡ് വരുന്നുണ്ട്. ഈ ഏപ്രിലോട് കൂടിയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് 1000 പശുക്കളുടെ പാല് മാർക്കറ്റിൽ കാലിക്കറ്റ് സിറ്റിയിലേക്കാണ് ഞങ്ങൾ ഇതിൻ്റെ ലഭ്യത കൊണ്ടുവരുന്നത്. ഈ കാണുന്നതാണ് നമ്മളുടെ മിൽക്ക് പാർലർ. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറി മിൽക്ക് പാർലറാണ്. ഇതിൽ ഏകദേശം 62 പശുക്കളാണ് ഒരു സൈഡിൽ മിൽക്കിംഗ് ഹൗസുകൾക്ക് കപ്പാസിറ്റി ഉള്ള പാർലറാണ് ഈ വരുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പാർലർ വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഹൈടെക് ഡയറി മിൽക്ക് പാർലറാണ് ഈ കാണുന്നത്. Hello everybody, I am Faizi Ali from D-Level. I am a project engineer here and this is the biggest dairy farm in whole India, Sri Lanka, Bangladesh and Nepal. I have been all these countries and I have never seen such big farm in those countries. So here we have a P2100. This model is known as P2100 parallel milking parlor. Here we have 64 milking units. So in one unit a cow will take 15 minutes to milk. When the cow will come to the holding area from the sheds, respective sheds, the cows will come to the respective units. Here we have respective units like unit number 1, unit number 2, unit number 3, and unit number 4. When the cow will come to the unit, then the milker will press a button in milk point controller. Then after pressing the button, the clusters will start taking the milk from the udder, from the tits of cows. When the milk will come to the cluster, it will go through the pipeline to a BMC. Bulk milk cooler. The milk will go from the cows to the storages without any human error, human touch. And all the data of milk, like if a cow has given like 15 liters of milk, 20 liters of milk, all the data will go to the computer with respect to the cows without any human intervention. Nobody can manipulate that data. After that process is completed, the milker will again press a button from there to stop the milking. So when the milking will stop, the cows will go again to their respective sheds. So this whole process is taking 15 minutes. Then after the milking completed, we do a CIP. We do the cleaning process to clean the every milk particle from the pipeline, from the cluster, from the rubber, everything we clean to keep the milk hygienic. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫാം ടൂറിസം പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിൽക്കിംഗ് പാർലറും ആ പ്രോസസ്സിങ്ങും, കാരണം ഇതിലെ ഏറ്റവും ഒരു മെയിൻ കോർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മിൽക്കിംഗ് പാർലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു 50 minutes അവർക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഓരോ ബാച്ചിൻ്റെ അവർക്ക് അത് എൻജോയ് ചെയ്യാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
അതുകൂടാതെ തന്നെ ഞങ്ങളുടെ പെഡോക്കിലേക്കും പശുക്കളുടെ ഷെഡിലേക്കും ഈ ഒരു ആക്ടിവിറ്റി ഡെവലപ്മെൻറ്റ് വേൾഡിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പെഡോക്കും അതുപോലെ ഷെഡും ഒരുമിച്ച് കാണാനുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഈ ഡയറി ഇൻഡസ്ട്രിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. So thank you for your support. We are expecting this support get to in our future journey as well. ഏറെ പ്രിയമുള്ള വൈറ്റ് മിൽക്കിൻ്റെ പാർട്ണർമാരെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈടെക് ഡയറി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര ആരംഭിച്ചത്. അൽഹംദുലില്ലാ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഡെവലപ്മെൻ്റാണ്. പുൽപ്പള്ളിയിലെ ഫാക്ടറിയിലാണെങ്കിലും ഗുണ്ടൽപേട്ടിലെ ഫാമിലാണെങ്കിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ് 11,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന നമ്മുടെ ഈ ഓഫീസ് ബിൽഡിംഗ് ആണെങ്കിലും എല്ലാം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പൂർത്തിയാക്കാനായത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ മറക്കാനാവാത്ത ഒരുപാട് മുഖങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രൊജക്റ്റ് ലൈവായി കാണാൻ ആഗ്രഹിച്ച ഏറെ പ്രിയപ്പെട്ട ഉമ്മർക്ക, ബഷീർക്ക, നിസാർ, അൻസാരി തുടങ്ങിയവർ അവർ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെയും കൂടെ സ്വപ്നമായിരുന്നു നമ്മുടെ ഈ പ്രൊജക്റ്റ്. പവിത്രമായ ഈ മാസത്തിൻ്റെ തണലിൽ അവരുടെ എല്ലാം കബറിടത്തിൽ റബ്ബ് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രോഡക്റ്റുകൾ ഉടനെ മാർക്കറ്റിലെത്തും. ഫാം ടൂറിസം പോലുള്ള കൂടുതൽ റവന്യൂ ലഭിക്കാനുള്ള പദ്ധതികളും കമ്പനിക്കുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ കമ്പനിക്ക് ഒരു സ്ഥാനം ഉണ്ടാവണം. സ്നേഹം.